വെൽക്കം ടു ജമീല കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തരി ബിരിയാണിയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 500 റവ എടുക്കാം. റവ നന്നായി നല്ലോണം പൊരിച്ചെടുക്കാം. അതിന് ഞാൻ ചട്ടി ഫാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ഈ റവ ഇട്ട് നന്നായി ചുവന്ന രീതിയിൽ വരണം. അധികം ശരിയാതെ ബ്രൗൺ കളറായിട്ട് വരണം. അതിലേക്ക് അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 500 റവയാണ്. ചിക്കനാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, ഈ ബിരിയാണിലേക്ക്. ഇതിന് പേര് തരി ബിരിയാണി. നമുക്കിതിലേക്ക് ചട്ടി ചൂടായി ഈ റവ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ബ്രൗൺ കളറാകുന്നത് വരെ നമ്മുടെ റവ ഇതാക്കുന്നത് ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയി വരണം. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഉള്ളി പൊരിച്ചെടുക്കാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട്. ഉള്ളി പൊരിച്ചെടുക്കാം. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ല, അതിൻ്റെ പേരിൽ മുന്തിരിയേ ഉള്ളൂ. അതുകൊണ്ട് മുന്തിരി പൊരിച്ചെടുക്കാം. മുന്തിരി പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ ഉള്ളി പൊരിച്ചെടുക്കാം. നമ്മളതാ ചിക്കൻ പൊരിക്കാനിട്ടിട്ടുണ്ട്. തരി ബിരിയാണിയിലേക്കുള്ള ചിക്കനാണ്. 250 ഗ്രാമാണ് ചിക്കന്. അവിടെ ഉള്ളി നല്ലവണ്ണം മൊരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഉള്ളിയും മുന്തിരിയും കറിവേപ്പിലയും. ചിക്കൻ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്.
നമുക്ക് ചിക്കൻ ഇറക്കി വെക്കാം. ഇതിനാണ് ഉണ്ടാക്കുന്നത്. അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ച് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ പാർന്ന് കൊടുക്കാം. വെളിച്ചെണ്ണ പാർന്ന് നമ്മൾ അരിഞ്ഞു വെച്ച 2 വലിയ ഉള്ളിയാണ്. ഏകദേശം കുറച്ച് വലുപ്പമുള്ള വലിയ ഉള്ളിയാണ്. രണ്ടെണ്ണം. ഇനി അതൊന്ന് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അടച്ചു വെക്കാം. സവാള ഇവിടെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ള ആവശ്യത്തിനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കാം. 2 ചെറിയ തക്കാളി. നമ്മൾ തക്കാളി വാടി വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറുതാക്കി തന്നെ 2 പച്ചമുളക്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് വാടി വരട്ടെ. അതിൻ്റെ പച്ചച്ചോയ ഒന്ന് മാറി. കൂടെ തന്നെ കുറച്ച് ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ വെളുത്തുള്ളി പേസ്റ്റ്. നന്നായി ഒന്ന് പച്ചത്തോയ മാറുന്ന വരെയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് നല്ല വാടി വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില. കൂടി ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഗരം മസാലപ്പൊടി 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പുണ്ടോ നോക്കാം. നോക്കാം. ഉപ്പില്ല, കുറച്ച് ഉപ്പിടാം. നമുക്ക് വറുത്ത് വെച്ച റവ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. റവയും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം.
നമ്മൾക്ക് ചൂടാക്കിയിട്ടുള്ള കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം കുറേശ്ശായിട്ട് പാർന്ന് കൊടുക്കാം. നന്നായി ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് കുറച്ചും കൂടി വെള്ളം പാരാം. തീ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക. തീരെ കട്ട ഉണ്ടാകരുത്. നമ്മളെ തരി ബിരിയാണിൽ കട്ടല്ലാതെ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കുറച്ചും കൂടി വെള്ളം പാർന്ന് കൊടുക്കുക. നമുക്കതൊരു 10 മിനിറ്റ് വരെ അടച്ചു വെക്കാം. ഇതുപോലെ ഒരു കട്ടയില്ലാതെ നമ്മുടെ തരി ബിരിയാണി ഇവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണവും ഉപ്പും എല്ലാം ഉണ്ട്. നമുക്കിത് ഇത് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ പൊരിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുക്കാം. വെന്തോ ഒന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് പൊരിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തരി ബിരിയാണിയിലേക്ക് ചിക്കൻ തരി ബിരിയാണിയാണ്. ചിക്കനോ ബീഫോ കൊഞ്ചോ മുട്ട എന്ത് വേണമെങ്കിലും ഒരു 5 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കാം. നമുക്കൊന്നുകൂടി ഇളക്കി കൊടുക്കാം. നമ്മുടെ സൂപ്പർ തരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ അടിപൊളി. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച മുന്തിരി ഇതൊക്കെ ചേർത്തെടുക്കാം. ഉള്ളി പൊരിച്ച ഉള്ളി മുന്തിരി നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ കുറച്ച് ഗരം മസാലപ്പൊടി നമുക്കൊന്നൊരു നുള്ളിൽ ഗരം മസാലപ്പൊടി ഒന്ന് ആയി കൊടുക്കാം. തോന വേണ്ട, കുറച്ച്. പിന്നീട് കുറച്ച് മല്ലിയിലയും കൂടി. നമ്മുടെ തരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബർ ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ.